നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന നോവലിലെ 1-2 ഭാഗങ്ങൾ കേൾക്കാം. 1. 3 വർഷങ്ങൾക്ക് ശേഷം ഇൻഫിനിറ്റി ബിസിനസ് പാർക്കിൻ്റെ റൂഫ് പാർക്കിങ്ങിൽ 74-ാം പ്ലോട്ടിൽ തൻ്റെ MG ഹെക്ടർ SUV പാർക്ക് ചെയ്ത് അതിഥി ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. ലിഫ്റ്റിലെ മിററിൽ നോക്കി മുഖത്തേക്ക് വീണുകിടന്ന മുടി ഒതുക്കി വെച്ചു. ഇൻ ചെയ്ത ലാവൻഡർ ഷർട്ടും വൈറ്റ് പാൻറ്റും അതിന് ചേരുന്ന മിനിമൽ ഗോൾഡൻ ഓർണമെൻറ്റ്സും അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. ലിഫ്റ്റിൽ നിന്നും 4-ാം നിലയിലെ ദി ബംഗാൾ ബീറ്റ്സ് വീക്കിലിയുടെ ശീതീകരിച്ച ഓഫീസിലേക്ക് കയറുമ്പോൾ അവൾ ഹാൻഡ് ബാഗിൽ നിന്നും ധൃതിയിൽ ഐപാഡ് കയ്യിലെടുത്തു. എഡിറ്റേഴ്സിൻ്റെ ചർച്ചകളുടെ ബഹളത്തെ അവഗണിച്ച് അവൾ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. ക്യാബിനിലെത്തിയ ഉടൻ ഒഫീഷ്യൽ ലാപ്ടോപ്പ് എടുത്ത് കോൺഫറൻസ് റൂമിലേക്ക് കയറുമ്പോൾ അവൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാൻ മറന്നില്ല. കൃത്യം 9:30 ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും നേരത്തെ എത്തി എല്ലാവരും മുഖമുയർത്തി അവളെ നോക്കി. 9:30 മീറ്റിംഗ് പറഞ്ഞത്? ഞാൻ ലേറ്റായില്ലല്ലോ. എല്ലാവരും അവൾക്ക് മുൻപേ എത്തിയതുകണ്ട് അവൾ സമയം ഉറപ്പിക്കാനായി ഒന്നുകൂടി വാച്ചിൽ നോക്കി. അതിഥി ഒരു മീറ്റിങ്ങിനും ലേറ്റായ ചരിത്രമില്ലല്ലോ. കം ഹാവ് എ സീറ്റ്. MD കോൺഫറൻസ് ഡെസ്കിലെ അയാൾക്ക് എതിർവശത്തായുള്ള സീറ്റിലേക്ക് കൈ ചൂണ്ടി. അതിഥി കൂടി വന്ന സ്ഥിതിക്ക് നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ സർക്കുലേഷനിൽ 35% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ബംഗാൾ ബീറ്റ്സിൻ്റെത് ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. സർക്കുലേഷനിൽ മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ മീഡിയ അവാർഡുകളിലും നമുക്ക് വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഒരേ ഒരാൾക്ക് അവകാശപ്പെട്ടതാണ്. ആ ഒരാൾ ഇന്നു മുതൽ ദി ബംഗാൾ ബീറ്റ്സ് വീക്കിലിയുടെ ചീഫ് എഡിറ്റോറിയൽ ഡയറക്ടറാണ്. കൺഗ്രാറ്റുലേഷൻസ് അതിഥി ശ്രീനിവാസൻ. യു ഹാവ് മെയ്ഡ് ഓൾ ഓഫ് us പ്രൗഡ്. MD സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അതിഥിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. പുറകിലെ വലിയ സ്ക്രീനിൽ ചീഫ് എഡിറ്റോറിയൽ ഡയറക്ടർ അതിഥി ശ്രീനിവാസൻ എന്നെഴുതിയ ഫോട്ടോ തെളിഞ്ഞു. എല്ലാവരും വലിയ കയ്യടിയോടെ അവളെ നോക്കി. പിന്നീട് അഭിനന്ദനങ്ങളുടെ ബഹളമായി. പതിവ് കാര്യങ്ങൾ കൂടി എളുപ്പം ചർച്ച ചെയ്ത് മീറ്റിംഗ് 10 മണിയോടെ അവസാനിച്ചു. എല്ലാവരോടും നന്ദി പറഞ്ഞ് ഒരുപാട് സമയം അവിടെ ചെലവഴിക്കാതെ അതിഥി ക്യാബിനിലേക്ക് തിരിച്ചു നടന്നു. ഇതിനിടയിൽ തൻ്റെ പ്രമോഷനിൽ ചിലരുടെ മുഖത്തു തെളിഞ്ഞ അനിഷ്ടങ്ങൾ അവൾ കണ്ടില്ലെന്ന് നടിച്ചു. ക്യാബിനിലെത്തിയപ്പോൾ തനിക്ക് കരുതി വെച്ച കോഫിയും തലേ ദിവസം വന്ന ലെറ്ററുകളുമായി പേഴ്സണൽ അസിസ്റ്റന്റ് രോഹിണി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് മാം, റിയലി ഹാപ്പി ഫോർ യു. പ്രമോഷൻ്റെ ട്രീറ്റിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ലഞ്ച് പാർട്ടി വേണമെന്നാണ് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്കുള്ള മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്യട്ടെ? രോഹിണി കോഫി അതിഥിക്ക് നേരെ നീട്ടി. ലഞ്ചിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. മീറ്റിംഗ് ക്യാൻസൽ ചെയ്യേണ്ട. ഇമ്പോർട്ടൻ്റ് ക്ലയൻറ്റാണ്. അതിനെയും വൈകിപ്പിച്ചാൽ ശരിയാവില്ല. പിന്നെ ലീഗൽ വിങ്ങിൽ നമ്മൾ ഇന്നലെ വെരിഫിക്കേഷന് വേണ്ടി അയച്ച എഗ്രിമെൻറ്റ്സിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറയൂ. എല്ലാം ക്ലിയർ ആണെങ്കിൽ നാളെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ അറിയിക്കൂ. ശരി മാം, ഇപ്പോൾ തന്നെ ഇൻഫോം ചെയ്യാം. അതിഥി പറഞ്ഞത് ശ്രദ്ധാപൂർവ്വം നോട്ട് ചെയ്ത് രോഹിണി പുറത്തേക്കിറങ്ങി. 1 വർഷമായി അവൾ അതിഥിയുടെ കൂടെയുണ്ട്. ഇതിനോടകം അവളുടെ രീതികളുമായി രോഹിണി പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വീക്കിൽ പുറത്തിറങ്ങാനുള്ള മാഗസിൻ്റെ ഫൈനൽ ലേഔട്ട് സബ്മിഷനു വേണ്ടി സബ് എഡിറ്റേഴ്സിലെ 2 പേർ ക്യാബിനിലെത്തി. ലൈഫ് സ്റ്റൈൽ കോളത്തിലെ ഈ ക്യാപ്ഷൻസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. പുതിയത് എന്തെങ്കിലും ക്രിയേറ്റീവായി എഴുതാൻ പറയൂ. ഈ കോളത്തിൻ്റെ ലേഔട്ട് മുഴുവനായും റീവർക്ക് ചെയ്യണം. നമ്മൾ വെഡ്ഡിംഗ് കാർഡല്ലല്ലോ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. ഡിസൈനിങ്ങിലെ ആരെയെങ്കിലും ഇങ്ങോട്ട് വിടൂ. പിന്നീട് 1 മണിക്കൂറോളം ഡിസൈൻ ടീമിനൊപ്പം ഇരുന്ന് ആ ആഴ്ചയിലെ മാഗസിൻ ലേഔട്ട് ഫൈനലൈസ് ചെയ്ത ശേഷം വേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി അവരെ പറഞ്ഞയച്ചു. രോഹിണി നേരത്തെ കൊണ്ടുവച്ച കോഫി കയ്യിലെടുത്തപ്പോഴേക്കും അത് ആറിത്തണുത്തിരുന്നു. കോഫി ചൂടാക്കാനായി അവൾ പാൻട്രിയിലേക്ക് നടന്നു. പാൻട്രിക്ക് പിറകിലായുള്ള വരാന്തയിൽ നിന്നിരുന്ന സബ് എഡിറ്റർമാരായ ശുഭവും വൈഷ്ണവും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നത് അതിഥിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഈ പ്രമോഷൻ്റെ പിന്നിലെ ഉള്ളുകളികൾ എന്തെല്ലാമാണെന്ന് നമുക്കറിയാവുന്നതല്ലേ. MD ഉൾപ്പെടെ എല്ലാവരും ആളുടെ പോക്കറ്റിലാണ്. പിന്നെ പെൺപിള്ളേർക്ക് ഇതെല്ലാം എളുപ്പമല്ലേ? സബ് എഡിറ്റർ വൈഷ്ണവ് പരിഹാസത്തോട് പറഞ്ഞു. അല്ലെങ്കിലും 6-7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മറികടന്ന് വെറും 3 വർഷം കൊണ്ട് അവളത് അടിച്ചെടുത്തെങ്കിൽ കഴിവ് മാത്രം കൊണ്ടൊന്നും ആവില്ല. പിന്നെ കോർപ്പറേറ്റിൽ ഇതെല്ലാം സാധാരണമല്ലേ? ശുഭവും അവനെ പിന്താങ്ങി. എല്ലാം വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അതിന് മറുപടി പറയണമെന്ന് അവൾക്ക് തോന്നിയില്ല. ചുണ്ടിലൊരു ചെറിയ ചിരിയുമായി അവൾ ഓവനിൽ ചൂടാക്കാൻ വെച്ച കോഫി എടുത്ത് തിരിച്ചു നടന്നു. എതിരെ വന്ന മാർക്കറ്റിംഗ് ഹെഡ് രേഖ അവളെ കണ്ടതും അഭിനന്ദനങ്ങൾ അറിയിച്ചു കെട്ടിപ്പിടിച്ചു. അവരുടെ സംസാരം കേട്ട് ശുഭവും വൈഷ്ണവും ഞെട്ടി. വരാന്തയിൽ നിന്നും അവർ മെല്ലെ പാൻട്രിയിലേക്ക് വന്നു. അതിഥിയെ കണ്ടതും ജാള്യതയോടെ ഒരു വിളറിയ ചിരി നൽകി മുന്നോട്ട് നടന്നു.
1 മിനിറ്റ്, അതിഥി അവരെ പിറകിൽ നിന്നും വിളിച്ചു. ചർച്ച കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ സൺഡേ എഡിറ്റോറിയലിൻ്റെ ബ്രീഫ് ഡെസ്കിലെത്തിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരമായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. യെസ് മാം, അത് റെഡിയാണ്, വൈകുന്നേരത്തിനുള്ളിൽ എത്തിക്കാം, വൈഷ്ണവാണ് മറുപടി പറഞ്ഞത്. രണ്ടുപേരും അവൾക്ക് മുഖം നൽകാൻ മടിച്ച് വേഗത്തിൽ ഡെസ്കിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞ് രേഖ സബ് എഡിറ്റേഴ്സിൻ്റെ ഡെസ്കിലേക്ക് വന്നു. രേഖ വരുന്നത് കണ്ട് വൈഷ്ണവും ശുഭവും പരസ്പരം നോക്കി. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റവും പരദൂഷണവും പറയാതെ അവനവൻ്റെ ജോലി നോക്കി നടന്നൂടെ? രേഖ രണ്ടുപേരോടുമായി പറഞ്ഞു. ജോലി തന്നെയല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിനിടയിൽ ശ്വാസം വിടാനുള്ള സമയമെങ്കിലും കിട്ടാറുണ്ടോ? ശുഭം ദേഷ്യത്തിൽ കീബോർഡിൽ വിരലമർത്തി. അതിഥി ഇല്ലായിരുന്നുവെങ്കിൽ ഈ സീറ്റിലിരുന്ന് അവളെ കുറ്റം പറയാൻ ഈ ജോലി പോലും നിങ്ങൾക്കുണ്ടാവില്ലായിരുന്നു. അവൾ ഒറ്റയാളുടെ ഹാൻഡ് വർക്കാണ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോയ കമ്പനിയെ പിടിച്ചു നിർത്തി ഇന്നത്തെ നിലയിൽ എത്തിച്ചത്. അപ്പോൾ ഇവിടെ ബാക്കിയുണ്ടായിരുന്നവരെല്ലാം നോക്കുകുത്തികളായിരുന്നോ? വൈഷ്ണവ് കൈകെട്ടി രേഖയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനുൾപ്പെടെ എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞു തരാൻ അവളെക്കൊണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കയ്യും കെട്ടി നിന്ന് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ടല്ല അവൾ ഈ സ്ഥാനത്തെത്തിയത്. ഒരു സിക്ക് ലീവ് പോലും എടുക്കാതെ, രാത്രി വീട്ടിൽ പോലും പോകാതെ കമ്പനിക്ക് വേണ്ടി മാത്രം ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ്. ഇന്നലെ കയറി വന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വഴിയില്ല. രേഖ രണ്ടുപേരെയും ഇരുത്തി നോക്കി അവളുടെ ഡെസ്കിലേക്ക് നടന്നു. 6 മണിയായപ്പോഴേക്കും അതിഥി പണികളെല്ലാം തീർത്ത് മെയിലുകൾക്ക് റിപ്ലൈ ചെയ്യാൻ ആരംഭിച്ചു. അത് തീർന്നപ്പോഴേക്കും 7 മണിയായി. രോഹിണിക്കൊപ്പം ഇരുന്ന് നാളെ ഷെഡ്യൂൾ ചെയ്ത മീറ്റിങ്ങുകളുടെ സമയം ഫിക്സ് ചെയ്ത ശേഷം അവൾ ഓഫീസിൽ നിന്നും ഇറങ്ങി. ലിഫ്റ്റിൽ കയറി പാർക്കിംഗ് യാർഡിലെത്തി തൻ്റെ സ്ലോട്ടിനടുത്തേക്ക് നടന്നു. ഡോർ തുറന്ന് പിറകിലെ സീറ്റിലേക്ക് കയ്യിലുണ്ടായിരുന്ന ബാഗും ലാപ്ടോപ്പും വെച്ച് കൊൽക്കത്തയുടെ ഒരിക്കലും അവസാനിക്കാത്ത തിരക്കുകളിലേക്ക് കാർ സ്റ്റാർട്ട് ചെയ്തു. ഫ്ളാറ്റിലേക്കുള്ള വഴിയിൽ 5ാമത്തെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും ആ കാത്തിരിപ്പ് അവളെ അലോസരപ്പെടുത്തിയില്ല. ഇന്നലകളിലെ യാത്രകളുടെ ഓർമ്മകൾ പേറിയ ട്രാമുകളുടെ പാളങ്ങൾ നിറഞ്ഞ റോഡുകളും മഞ്ഞ ടാക്സികളും സ്ട്രീറ്റ് ഫുഡുകളും കൊണ്ട് നിറഞ്ഞ കൊൽക്കത്തയുടെ ഇടനാഴികൾ അവൾക്ക് പരിചിതമായി തുടങ്ങിയിരുന്നു. സൗത്ത് കൊൽക്കത്ത ലൈനിലുള്ള ഫ്ളാറ്റിലേക്ക് 1 വർഷം മുൻപാണ് താമസം മാറിയത്. വാടക അല്പം കൂടുതലാണെങ്കിലും വിദേശത്തുള്ള ഓണേഴ്സ് വീട് ഭംഗിയായി ഫർണിഷ് ചെയ്തിരുന്നു. അതുകൊണ്ട് അധികം ആലോചിക്കാതെ പറഞ്ഞ ഡെപ്പോസിറ്റ് നൽകി അവൾ ഈ ഫ്ലാറ്റ് എടുത്തു. ജോലിയുടെ സകലവിധ സ്ട്രെസ്സും കഴിഞ്ഞ് മനസ്മടിക്കുമ്പോൾ വന്നു കയറാൻ, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരിടം സ്വന്തമാക്കാൻ അല്പം കൂടുതൽ ചെലവാക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല. സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി അധ്വാനിക്കുന്ന പൈസ ചെലവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ കഷ്ടപ്പാടുകൾക്ക് എന്തർത്ഥമാണുള്ളത്? അവൾ ഡോർ തുറന്ന് ഷൂറാക്കിലേക്ക് അഴിച്ചുവെച്ച് ഹാളിലെ ലൈറ്റ് ഓൺ ചെയ്തു. പഴയ ബ്രിട്ടീഷ് വാഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന ആൻറ്റിക് നിയോൺ ലാമ്പുകളും മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കി നന്നായി പോളിഷ് ചെയ്ത ഫർണിച്ചറുകളും ആ ഫ്ലാറ്റിന് കൂടുതൽ പ്രൗഢി നൽകി. ബാൽക്കണി തുറന്നപ്പോൾ അവൾ നട്ടുപിടിപ്പിച്ച മുല്ലപ്പൂവിൻ്റെ മണം ഹാളിലേക്കും പരന്നു. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ എല്ലാ മനുഷ്യർക്കും അവനവനായി ഇരിക്കാൻ കഴിയുന്ന ഒരിടം വേണം. ചിന്തിക്കാൻ, ചിരിക്കാൻ, കരയാൻ, സമാധാനമായി ഉറങ്ങാൻ ഒരു മുറിയെങ്കിലും സ്വന്തമായി ഉണ്ടാവണം. ഇപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടം ഈ വീടാണ്. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി മുഷിപ്പിക്കുന്ന സംസാരങ്ങളോ ചോദ്യോത്തരങ്ങളോ ഒന്നുമില്ലാതെ തനിക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാൻ കഴിയുന്ന തൻ്റേത് മാത്രമായ ഒരിടം. ഒന്ന് ഫ്രഷായ ശേഷം അവൾ കിച്ചണിലേക്ക് നടന്നു. ഒരു ഷെയ്ക്കറിലേക്ക് പ്രീ വർക്കൗട്ട് പ്രോട്ടീൻ മിക്സ് ചെയ്തു. 9 മണിയോടെ ജിം ബാഗുമായി 2 ബ്ലോക്ക് അകലെയുള്ള ഫിറ്റ്നസ് സെൻ്ററിലേക്ക് നടന്നു. വലിയ ശബ്ദത്തിൽ പ്ലേ ചെയ്ത ബോളിവുഡ് സോങ്ങിലെ വരികൾ ഒപ്പം പാടി ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന ഇഷാനിക്ക് കൈകാണിച്ചുകൊണ്ട് അവൾ വാമപ്പ് ചെയ്യാനുള്ള മാറ്റ് എടുത്തു. ഒരു 10 മിനിറ്റ് നീ വാമപ്പ് കഴിഞ്ഞ് ഒരു സെറ്റ് പുള്ളപ്പ് ചെയ്യുമ്പോഴേക്കും ഞാൻ വരാം. ഇഷാനി മുടി ഉയർത്തി കെട്ടിക്കൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. ഇന്നത്തെ വർക്കൗട്ട്സ് ഏതെല്ലാമാണെന്ന് നീ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം, അതിഥി സ്ട്രെച്ച് ചെയ്യുന്നതിനിടെ പറഞ്ഞു. ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരാ, ഞാൻ വരാം, വന്നിട്ട് തുടങ്ങിയാൽ മതി. ഇഷാനി വാതിലടച്ച് വേഗത്തിൽ പുറത്തേക്കിറങ്ങി. പുള്ളപ്പ് കഴിഞ്ഞ് കുറച്ചു റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിരുന്നപ്പോഴേക്കും പറഞ്ഞതിലും നേരത്തെ വന്ന് 2 10 കിലോ ഡംബൽ എടുത്ത് അവൾ അതിഥിയുടെ കയ്യിൽ കൊടുത്തു. നമുക്കിന്ന് ഷോൾഡർ ചെയ്യാം. ഇഷാനി അതിഥിയുടെ 2 കൈകളും ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തോളമായി ഫിസിക്കലിയും മെൻ്റലിയുമുള്ള അതിഥിയുടെ സപ്പോർട്ട് ഇഷാനിയാണ്. പേഴ്സണൽ ട്രെയിനറായി തുടങ്ങി അവളുടെ പേഴ്സണൽ തെറാപ്പിസ്റ്റ് ആവേണ്ടി വന്ന അവസ്ഥയാണ് തൻ്റേതെന്ന് തമാശയായി അവൾ എപ്പോഴും പറയും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്നും വീണുകിട്ടുന്ന ചില സൗഹൃദങ്ങളുണ്ട്. ഒരു ഏച്ചുകെട്ടലുകളും ഇല്ലാതെ തീർത്തും സ്വാഭാവികമായ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നവർ, മൗനം പോലും വായിച്ചെടുത്ത് ചേർത്ത് നിർത്തുന്നവർ. അങ്ങനെ ഒരാളാണ് അതിഥിക്ക് ഇഷാനി. ഇന്ന് ഓഫീസിലെ വിശേഷങ്ങളൊന്നും കേട്ടില്ലല്ലോ?
അവൾ അതിഥിയുടെ ട്രെഡ്മില്ലിൻ്റെ സ്പീഡ് കുറച്ചുകൂടി കൂട്ടിവെച്ചു. അവിടെ എന്ത് വിശേഷം? ചീഫ് എഡിറ്റോറിയൽ ഡയറക്ടറെ എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. അവൾ കിതച്ചുകൊണ്ട് ടവലെടുത്ത് വിയർപ്പൊപ്പി. എന്നിട്ട് നീ ഇത് ഇപ്പോഴാണോ പറയുന്നത്? അതും ഇത്ര നിസ്സാരമായാണോ പറയുന്നത്? അവൾ വിശ്വാസം വരാതെ അതിഥിയെ നോക്കി. ഇതിലിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യമുള്ളത്? പൊസിഷൻ്റെ ഫാൻറ്റസി ആവും തോറും ഉത്തരവാദിത്വവും കൂടും, അത്രയുള്ളൂ. ഓ, നൈസായിട്ട് അതിനോടൊപ്പം കൂടുന്ന സാലറിയിൽ അക്കങ്ങളങ്ങ് മുക്കിയല്ലേ? ആ ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് ആകെ സന്തോഷമുള്ളത്. ഒരു സോളോ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് കുറച്ചു നാളായി പ്ലാൻ ചെയ്യുന്നു. അതിഥി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് നീ എവിടെ വേണേലും പോയിക്കോ, പക്ഷേ ഈ ഒരു മൊമെൻറ്റ് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്കതിലൊന്നും താല്പര്യമില്ലെന്ന് നിനക്കറിയില്ലേ? നിനക്കിനിയും ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ജയങ്ങളും അതിൻ്റെ ഭാഗമല്ലേ? എല്ലാം നേടിയതിന് ശേഷം മാത്രമേ സന്തോഷിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാര്യമില്ല. ചെറിയ വിജയങ്ങളും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിന്റെ സ്പെയർ കീ എൻ്റെ കയ്യിലുണ്ട്. നാളെ രാത്രി നീ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ഗ്രാൻഡ് ഡിന്നർ തയ്യാറാക്കി വെച്ചേക്കാം. ഇതെന്താ ഒരുമാതിരി പ്രപ്പോസൽ സീൻ പോലെ? അവൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിനുവേണ്ടി ഒരു വക്കീൽ മാസങ്ങളായി മസിലും കാണിച്ച് നിനക്ക് പിറകെ നടക്കുന്നു. പറ്റുമെങ്കിൽ നീ അവനാദ്യം ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്ക്. ഒരു ഡേറ്റിന് യെസ് പറയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വന്നു ചോദിക്കാനുള്ള ധൈര്യം കാണിക്കട്ടെ, അപ്പോൾ ആലോചിക്കാം. അവൾ വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് ഫ്ലോറിലിരുന്നു. അതിഥി, കുഞ്ഞു ശബ്ദത്തിൽ അവളുടെ പേര് വിളിച്ചുകൊണ്ട് ഇഷാനിയുടെ 5 വയസ്സുകാരി മകൾ ദിശ ഓടി അതിഥിയുടെ മടിയിൽ വന്നിരുന്നു. അതിഥി ദീദി എന്ന് മുഴുവനായി വിളിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൾ തന്നെ കണ്ടുപിടിച്ച ചുരുക്കപ്പേരാണ് അതിഥി. ആഹാ, ഇവിടെയുണ്ടായിരുന്നോ? അവൾ ദിശയുടെ മൃദുലമായ കവളിൽ അമർത്തി ചുംബിച്ചു. ഹോംവർക്ക് തീർക്കാതെ പുറത്തിറങ്ങരുതെന്ന് അമ്മ പറഞ്ഞു. അതാ, ഒരു മിനിറ്റ്, ഇപ്പം വരാം. എന്തോ മറന്നു വെച്ച പോലെ അവൾ റൂമിലേക്കോടി. പെട്ടെന്ന് തന്നെ കയ്യിലൊരു ചോക്ലേറ്റുമായി തിരിച്ചെത്തി. ദാ, അതിഥി കഴിച്ചോ? അവൾ അത് അതിഥിക്ക് നേരെ നീട്ടി. ഇത്രയും നേരം വർക്കൗട്ട് ചെയ്തിട്ട് നേരെ ഷുഗർ കഴിക്കുന്നത് കണ്ടാൽ നിന്റെ അമ്മ എന്നെ ഇനിയും 1 മണിക്കൂർ കൂടി ട്രെഡ്മില്ലിൽ ഓടിക്കും. പക്ഷേ സാരമില്ല, ഒരു കഷ്ണം കഴിച്ചിട്ടൊക്കെയുള്ള ഫിറ്റ്നസ് മതി. ജിമ്മിൽ നിന്നും തിരിച്ച് ഫ്ലാറ്റിലെത്തി കുളി കഴിഞ്ഞ ശേഷം ഓട്സും ആപ്പിളും പീനട്ട് ബട്ടറും ചേർത്തുണ്ടാക്കിയ ഓട്ട്മീൽ ഒരു ബൗളിലേക്ക് പകർന്ന് അവൾ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. കഴിക്കുന്നതിനിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് 50-ൽ കൂടുതൽ മെസ്സേജുകൾ വന്നു കിടന്ന ബാംഗ്ലൂർ ഹോസ്റ്റൽ ഡയറീസ് എന്ന ഗ്രൂപ്പിലൂടെ കണ്ണോടിച്ചു. ദേവിക, ഞാൻ ഇവിടെ ജർമ്മനിയിൽ സിംഗിളായി മരിക്കും, ഉറപ്പാ. സാക്ഷി, ജർമ്മനിയല്ല, എവിടെ പോയാലും നിന്റെ അവസ്ഥ അതൊക്കെ തന്നെ. അശ്വിനി, കുറേ കാലമായി നീ വർക്ക് ചെയ്യുന്ന കഫേയിൽ വരുന്ന ഒരു ജർമ്മൻ പയ്യനെ നോട്ടമിട്ടിരുന്നല്ലോ, അതെന്തായി? ദേവിക, അതിനെ ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. ഇനി അവൻ ഇവിടെ കോഫി കുടിക്കാൻ പോലും വരാൻ സാധ്യതയില്ല. അശ്വിനി ? സാക്ഷി, ഇവൾ അവൻ്റെ അടുത്ത് സംസാരിച്ച് കാണും, അല്ലാതെന്ത്? ദേവിക, ഞാൻ അവനെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായി കോഫി കൊടുത്തപ്പോൾ കാണാൻ ഹാൻസം ആണെന്ന് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞു. പക്ഷേ അവനെ കണ്ട വെപ്രാളത്തിൽ സംഗതി ചെറുതായി മാറിപ്പോയി. അശ്വിനി, എന്നുവെച്ചാൽ? ദേവിക, കാണാൻ ആവറേജ് ആയിട്ടുണ്ടെന്ന്. അത് പറഞ്ഞതും കോഫി താഴെ വെച്ച് അവൻ എന്നെ നോക്കിയ വല്ലാത്തൊരു നോട്ടമുണ്ട്. ഇതുവരെ അതെൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. സാക്ഷി, നിനക്കിതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ദേവിക, ഇപ്പോൾ നിങ്ങൾ എത്ര വേണമെങ്കിലും പുച്ഛിച്ചോ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാനൊരു ജർമ്മൻകാരനെ തന്നെ കെട്ടി ഇവിടെ സെറ്റിലാവും, നോക്കിക്കോ. അശ്വിനി, അപ്പോൾ നീ പഠിക്കാനാണോ കെട്ടാനാണോ അവിടേക്ക് കുറ്റിയും പറിച്ചു പോയത്? അതിഥി ചാറ്റുകൾ വായിച്ചു ചിരിച്ചു. സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഗ്രൂപ്പ് നോക്കാൻ അവൾ മറക്കാറില്ല. ദേവിക ഇപ്പോൾ ജർമ്മനിയിൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് പഠിക്കുന്നു. കൂടെ ഒരു കഫേയിൽ പാർട്ട് ടൈം ജോബുമുണ്ട്. അശ്വിനി ഫാമിലിയായി ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽഡാണ്. അതിഥി ബാംഗ്ലൂർ വിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും സാക്ഷി വർക്ക് ഫ്രം ഹോം എടുത്ത് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. പുതിയ ജീവിത സാഹചര്യങ്ങളുമായി എല്ലാവരും മുന്നോട്ട് പോയെങ്കിലും ഇപ്പോഴും ആ പഴയ ബാംഗ്ലൂർ ഹോസ്റ്റൽ മുറിയിലെ സൗഹൃദം അവർ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റായ കുറച്ച് വർക്കുകൾ തീർത്ത ശേഷം യൂട്യൂബിൽ ലോഫി പ്ലേലിസ്റ്റ് പ്ലേ ചെയ്ത് ബ്ലാങ്കറ്റുമായി അവൾ സോഫയിലേക്ക് ചാഞ്ഞു. ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ വെറുതെ കണ്ണുകളടച്ചു. ഉത്തരമില്ലാത്ത 1000 ചോദ്യങ്ങളുമായി കൊൽക്കത്ത പോലൊരു മഹാനഗരത്തിൽ വന്നിറങ്ങിയ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഇന്നെല്ലാത്തിനുമുള്ള ഉത്തരങ്ങളുണ്ട്. ജീവിതം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുതിയ വഴികൾ കണ്ടുപിടിച്ച് വേഗത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. സ്വപ്നമോ ഭാവനയോ ഒന്നുമല്ലാത്ത മനോഹരമായ ഒരു ലോകം അവൾക്ക് ചുറ്റും പടുത്തുയർത്തിയിരിക്കുന്നു. 3 വർഷം മുൻപ് ഈ നഗരത്തിലേക്ക് കാലെടുത്ത് വെച്ച ദിവസം അവൾ ഓർത്തു. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറുമ്പോൾ ഇവിടെ വന്ന് എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. മനസ്സിനെ നിയന്ത്രിച്ചത് മുഴുവൻ ശരീരത്തിൻ്റെ ഓരോ അണുവിലും പടർന്ന വേദന മാത്രമായിരുന്നു. വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടാക്സി പിടിച്ച്
ഒരാഴ്ചത്തേക്ക് കമ്പനി ഏർപ്പാട് ചെയ്തു തന്ന ഹോട്ടൽ മുറിയിലെത്തി. ഫോൺ ഓഫ് ചെയ്ത് ദിവസങ്ങളോളം തനിക്ക് ലഭിക്കാത്ത ഉറക്കം പ്രതീക്ഷിച്ച് ബെഡിലേക്ക് വീണു. പുലർച്ചെ 3 മണിയോടെ ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ് മുറിയിലെ ഇരുട്ടിൽ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞു. ആരെയും വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും തോന്നിയില്ല. അല്ലെങ്കിലും കുറച്ചു നേരത്തെ ആശ്വാസത്തിനപ്പുറം മറ്റൊരാൾക്കും താൻ കടന്നുപോകുന്ന വേദനയിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് ബോധ്യം അവൾക്കുണ്ടായിരുന്നു. സംഭവിച്ചതിനോടെല്ലാം പൊരുത്തപ്പെട്ടു കഴിഞ്ഞിട്ടും എന്തിനാണ് വെറുതെ കണ്ണു നിറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എല്ലാം വിട്ടെറിഞ്ഞ് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ടും അപരിചിതമായ നഗരത്തിൽ ആ രാത്രി തനിച്ചിരുന്നപ്പോൾ എടുത്ത തീരുമാനത്തെ 1000 വട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നലകളിലെ വേദനകളാണ് ഇന്നിൻ്റെ വളർച്ചയ്ക്ക് നമ്മെ പാകപ്പെടുത്തുന്നത്. മനസ്സ് ഏറ്റവും തളർന്നിരിക്കുമ്പോൾ വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ശരിയാവണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ ആ തീരുമാനങ്ങളെ ശരിയിലേക്ക് എത്തിക്കുന്ന വിധം ജീവിക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കൊക്കെയുള്ളൂ എന്നവളെ പഠിപ്പിച്ചത് ഈ നഗരമാണ്. ഇപ്പോൾ സംഭവിച്ച കരിയറിലെ ഉയർച്ചകളെക്കാളേറെ അവൾ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന വിജയം ചുറ്റും ആരുമില്ലാതെ ഈ മുറിയിൽ കിടക്കുമ്പോഴും മനസ്സിനെ പൊതിയുന്ന ഈ നിറവാണ്. എത്ര ഏകാന്തതയിലും ഇരു കൈകൾ കൊണ്ടും സ്വയം ചേർത്തണച്ച് ശാന്തമായി ഉറങ്ങാൻ അവൾക്കിപ്പോൾ കഴിയുന്നുണ്ട്. പുതപ്പിൻ്റെ അറ്റം മുഖത്തേക്ക് വലിച്ചിട്ട് പാട്ടിന് കാതോർത്ത് അവൾ പതിയെ ഉറക്കത്തിലേക്കാഴുന്നു. 2. രാവിലെ അലാറാം അടിക്കുന്നതിന് മുൻപേ അതിഥി എഴുന്നേറ്റു. ബെഡ് ലൈറ്റ് ഓൺ ചെയ്ത് ക്ലോക്കിലേക്ക് നോക്കി. സമയം പുലർച്ചെ 4:45. വീണ്ടും ഉറങ്ങാൻ നിൽക്കാതെ അവൾ അലാറാം ഓഫ് ചെയ്തു. കുറച്ചു നാളുകളായി ഉറക്കം വളരെ കുറവാണ്. കഷ്ടിച്ച് 5 മണിക്കൂർ പോലും ഉറങ്ങാൻ കഴിയുന്നില്ല. വർക്കിലെ ടെൻഷനും സ്ട്രെസ്സും കൊണ്ടാണെന്ന് പറഞ്ഞ് ഡോക്ടർ ചില ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷൻ ടെക്നിക്സും പറഞ്ഞു തന്നെങ്കിലും അവൾ ഇതുവരെ അതൊന്നും ചെയ്തു നോക്കിയിട്ടില്ല. കയ്യിലൊരു ബ്ലാക്ക് കോഫിയുമായി ബാൽക്കണിയുടെ ചില്ലിട്ട വലിയ ഗ്ലാസ് 2 വശത്തേക്കുമായി തുറന്ന് പുറത്തേക്ക് നോക്കി. തണുത്ത കാറ്റ് മുഖത്തേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. കൊൽക്കത്ത അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു ഹുഡി എടുത്തിട്ട് ഹാളിലെ ടേബിളിലേക്ക് കസേര വലിച്ചിട്ടിരുന്നു. ടേബിളിന് സൈഡിലായി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പേര് പതിച്ച സ്റ്റഡി മെറ്റീരിയൽസും പല നിറങ്ങളിലായുള്ള സ്റ്റിക്കി നോട്ടുകളും ചെറിയൊരു ലാമ്പും ഉണ്ടായിരുന്നു. 3 മാസം മുൻപാണ് അതിഥി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ കോഴ്സിന് ജോയിൻ ചെയ്തത്. PG ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അന്നതിന് സാധിച്ചില്ല. ബംഗാൾ ബീറ്റ്സിൽ ജോയിൻ ചെയ്തതുകൊണ്ട് നാളെ തൊട്ട് ആലോചിച്ചു തുടങ്ങിയതാണ്. ഡിസ്റ്റൻ്റായിട്ടെങ്കിലും PG പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച്. പഠിക്കാനുള്ള സമയം കണ്ടെത്താൻ നന്നേ പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എത്തി നിൽക്കുന്ന നേട്ടങ്ങളിൽ അവസാനിക്കേണ്ടതല്ല ഒരു വളർച്ചയും. അത് കരിയറിലായാലും ജീവിതത്തിലായാലും മുന്നോട്ട് നടക്കാൻ നാം നമ്മെ നവീകരിച്ചു കൊണ്ടേയിരിക്കണം. കോഴ്സ് ചെയ്യുന്ന കാര്യം അവൾ മറ്റാരോടും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഇപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളും അങ്ങനെ തന്നെ. ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. ബന്ധങ്ങൾ നെയ്യുമ്പോൾ ഒരു ഇഴയകലം സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മെക്കുറിച്ച് നമുക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവണം. എല്ലായിടത്തും ഒരു തുറന്ന പുസ്തകം ആവേണ്ടതില്ല. ചിലരെങ്കിലും അത് വെറുതെ മറിച്ചിട്ട് ഒരിക്കലും നിവർത്താൻ കഴിയാത്ത വിധം ചുളിവുകൾ വരുത്തി കടന്നു പോയേക്കാം. അപ്പുവിൻ്റെ കോൾ വന്നപ്പോഴാണ് പുസ്തകത്തിൽ നിന്നും കണ്ണെടുത്തത്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് നടന്നു. ഇതെന്താ രാവിലെ തന്നെ ഒരു കോൾ? അവൾ ഫോൺ സ്പീക്കറിലിട്ട് പാൽ തിളപ്പിക്കാൻ വെച്ചു. ഈ സമയത്തല്ലാതെ പിന്നെ എപ്പോഴാ ചേച്ചിയെ വിളിച്ചാൽ കിട്ടുന്നത്? കുറച്ചു കഴിഞ്ഞ് വിളിച്ചാൽ ഓഫീസിലാണെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഫോൺ വെക്കും. അവൻ്റെ ശബ്ദത്തിൽ അല്പം പരിഭവമുണ്ടായിരുന്നു. നീ പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഞാൻ നിന്നെ ഒട്ടും വിളിക്കുന്നില്ലെന്ന്. എന്തായി നിന്റെ ജോബ് സെർച്ച്? കേരളത്തിന് പുറത്തുനിന്ന് പല നല്ല ഓഫറുകളും വരുന്നുണ്ട്. പക്ഷേ മാറി നിൽക്കാൻ ഇവർ വിടണ്ടേ? എനിക്ക് തനിയെ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ലെന്ന പേടിയാണ്. ഞാൻ ജോലിക്ക് വേണ്ടി പല നാട്ടിലും ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഈ പേടി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ അതിന് മുതിർന്നില്ല. മറുപടി നമ്മെ വേദനിപ്പിക്കും എന്നറിഞ്ഞു വെച്ച് വേദനിക്കാൻ എന്നവണ്ണം ചോദ്യങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യമെന്താണ്? ചേച്ചിക്കിന്ന് ഓഫീസില്ലേ? അവൾ ഒന്നും മിണ്ടാതെയായപ്പോൾ അപ്പു ചോദിച്ചു. ഉണ്ട്. ചേച്ചിക്ക് അവിടെ സുഖമാണോ എന്ന് അച്ഛനും അമ്മയും തിരക്കി. എനിക്കെന്താ പ്രശ്നം? ഞാൻ ഹാപ്പിയാണ്. പാൽ തിളച്ചു തുടങ്ങിയത് കണ്ട് അവൾ ഗ്യാസ് ഓഫ് ചെയ്തു. അച്ഛനും അമ്മയും ചേച്ചിയെ കാണണമെന്ന് പറയുന്നുണ്ട്. കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിന്നൂടെ? അവരിപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. മാറിയാൽ അവർക്ക് നല്ലത്. പിന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്കും. നമ്മളിത് ഒരുപാട് തവണ പറഞ്ഞതല്ലേ അപ്പോ. ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല. ആ വീട്ടിൽ ഞാൻ ഒരു വലിയ തെറ്റാണ്. എൻ്റെ തീരുമാനങ്ങൾ, സ്വപ്നങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെയെല്ലാം. എന്തിന് നിശബ്ദത പോലും അവിടെ കുറ്റമാണ്. സ്വന്തം വീടിനുള്ളിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടൊരു കുട്ടിയായിരുന്നു ഞാൻ.
എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെയാണ് ഞാൻ വളർന്നത്. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അപ്പോ. അവർ ചേച്ചിയോട് കാണിച്ചതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ അവർ മുഴുവനായും മറന്നുകളയാൻ പറ്റുമോ? ഞാൻ ആരെയും മറന്നിട്ടില്ല. അവർക്കൊപ്പം എന്നെ കൂടി ഓർക്കുന്നുണ്ടെന്ന് മാത്രം. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ അവൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ അവിടേക്ക് കയറി ചെല്ലാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവർക്ക് പ്രായമായി വരികയല്ലേ, നമ്മളല്ലാതെ അവർക്ക് വേറെ ആരാണുള്ളത്? അവൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. എനിക്കറിയാം അവർക്ക് പ്രായമായി വരികയാണെന്ന്. സമയമാകുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ആരും ആവശ്യപ്പെടാതെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യും. ഇപ്പോഴും നിങ്ങൾക്കാർക്കും ഒന്നിനു വേണ്ടിയും ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരുന്നില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി ചെയ്യുന്നില്ലേ? അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല അപ്പോ ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത്. അവരുടെ കണ്ണിൽ തെറ്റായിരുന്നു എൻ്റെ ശരികളെ ഞാൻ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. എനിക്കറിയാം ചേച്ചി. പക്ഷെ അവരുടെ വിഷമം കാണുമ്പോൾ അവനത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്കവരോട് കരുതലും സ്നേഹവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും തീവ്രമായി അവർക്കെന്നെ വേദനിപ്പിക്കാൻ കഴിയും. അങ്ങനെ അറിഞ്ഞുകൊണ്ട് വേദനിക്കാനായി സ്വയം ഇട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. ഇതാണ് ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെയും അവർ അവരുടെയും ലോകത്ത് സന്തോഷമായിരിക്കട്ടെ. അത് പറഞ്ഞു തീർക്കുമ്പോൾ അവളുടെ ശബ്ദത്തിൽ പണ്ടുണ്ടായിരുന്ന പോലെ വിഷമമോ പരിഭവമോ ഒന്നും ഉണ്ടായിരുന്നില്ല. യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞ ഒരാളുടെ മനസ്സിലുണ്ടാവുന്ന ശാന്തത മാത്രം. പോകാൻ ലേറ്റ് ആവുമെന്ന് തോന്നിയപ്പോൾ അപ്പുവിനോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. തണുത്തു തുടങ്ങിയ പാൽ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഒരു ആപ്പിൾ എടുത്തു കഴിച്ച് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിലൊതുക്കി. കൃത്യം 9:40 ഓഫീസിലെത്തി. വെള്ളിയാഴ്ച ആയിരുന്നതിനാൽ എല്ലാവരും ഡെഡ്ലൈൻ മുട്ടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അവളെയും കാത്ത് ക്യാബിന് മുൻപിൽ നിന്ന് രോഹിണി ഡോർ തുറന്നു കൊടുത്തു. അതിഥിക്കൊപ്പം അകത്തേക്ക് കയറി. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഷെഡ്യൂളിൽ മാറ്റങ്ങൾ ഒന്നുമില്ലല്ലോ. അതിഥി രോഹിണി കൊണ്ടുവച്ച കോഫി കുടിച്ചുകൊണ്ട് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. ഇല്ല, എല്ലാം ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ. ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നുള്ള ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രം അഡ്രസ് മെൻഷൻ ചെയ്യാത്ത ഒരു ലെറ്ററും. ഇത് മാമിന് പേഴ്സണലായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. രോഹിണി കയ്യിലുണ്ടായിരുന്ന 2 എൻവലപ്പുകളും അതിഥിക്ക് നേരെ നീട്ടി. ലെറ്ററോ? ആരാ കൊണ്ടുവന്ന് തന്നത്? അവൾ മുഖമുയർത്തി സംശയത്തോട് ചോദിച്ചു. പോസ്റ്റലിൽ വന്നതാണ്. ശരി, അവിടെ വെച്ചേക്കൂ, ഞാൻ നോക്കിക്കോളാം. IT-യിൽ നിന്ന് ഒരാളോട് ഇങ്ങോട്ട് വരാൻ പറയൂ. എൻ്റെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടു, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? 2 ദിവസം മുൻപേ ഡിസ്ചാർജായി. ഇനി ഒരു 3 മാസത്തോളം ബെഡ് റെസ്റ്റ് വേണ്ടിവരും. ഇന്നൊരു ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. രോഹിണി പോകുന്നില്ലേ കൂടെ? കഴിഞ്ഞ മാസം ഓപ്പറേഷന് വേണ്ടി ഒരുപാട് ലീവ് എടുത്തതുകൊണ്ട് ഇനി ലീവൊന്നും ബാക്കിയില്ല. അമ്മയും സിസ്റ്ററും ഒപ്പം പോകുന്നുണ്ട്. അവർ മാനേജ് ചെയ്തോളും. അത് കുഴപ്പമില്ല. രോഹിണി സമയമാവുമ്പോൾ പോയിക്കോളൂ. ലീവ് മാർക്ക് ചെയ്യേണ്ട. എന്തേലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അവർക്ക് താൻ മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അതോർത്ത് ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. അവൾ എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് മാം. അവൾ സന്തോഷത്തോടെ അതിഥിയെ നോക്കി. പുറത്തേക്കിറങ്ങി. വൈകുന്നേരം സർക്കുലേഷൻ ടീമിനൊപ്പമുള്ള മീറ്റിംഗ് 1 മണിക്കൂറിലധികം നീണ്ടുപോയി. മീറ്റിംഗ് നീളുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിനാൽ അതിനുശേഷം അവൾ വേറെയൊന്നും ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല. നമ്മുടെ പുതിയ ക്യാമ്പയിൻ അംബാസിഡറായി ഒരു ഇൻഫ്ലുവൻസറിനെ ഫിക്സ് ചെയ്തിരുന്നില്ലേ? അവരുടെ ഓൺ ബോർഡിംഗ് കഴിഞ്ഞോ? മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരം അവൾ രേഖയോടായി ചോദിച്ചു. ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോടെ എല്ലാം ഫൈനലാവും. ഞാൻ അതിൻ്റെ വർക്കിംഗ് ഡോക്ക് ഷെയർ ചെയ്യാം. രേഖ അപ്പോൾ തന്നെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ഫയൽ അതിഥിയുടെ മെയിലിലേക്ക് അയച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് ക്യാബിനിലെത്തി ബാഗെടുത്ത് പോകാൻ തുടങ്ങുമ്പോഴാണ് രോഹിണി രാവിലെ കൊണ്ടുവച്ച ലെറ്ററിൽ അവളുടെ കണ്ണുടയ്ക്കുന്നത്. ഈ കാലത്ത് ആരാണ് കത്തെഴുതുന്നത്? അവൾക്കത് വിചിത്രമായി തോന്നി. കവർ പൊട്ടിച്ചതിനുള്ളിൽ വൃത്തിയായി മടക്കി വെച്ച കത്ത് തുറന്ന് അവൾ വരികളിലൂടെ കണ്ണോടിച്ചു. പ്രിയപ്പെട്ട അതിഥി, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന, ദിവസവും മിണ്ടിക്കൊണ്ടിരിക്കുന്ന, ജീവിതത്തിലെ ഓരോ മഴയും വെയിലും പങ്കുവെക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോകുന്നത് ഒരാളെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് മറ്റാരെക്കാളും നിനക്ക് നന്നായി അറിയാം. എന്നിട്ടും അതേ നീ തന്നെ എന്നോട് എന്തിനത് തിരിച്ചു ചെയ്തു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിന്റെ തീരുമാനങ്ങളെ, തിരഞ്ഞെടുപ്പുകളെ ഞാൻ എൻ്റേതെന്ന പോലെ ബഹുമാനിക്കുന്നുണ്ട്. എങ്കിലും ആദർശങ്ങളുടെ എത്ര വലിയ ആകാശമുള്ളവരായാലും എവിടെയെങ്കിലുമൊക്കെ ചില കാർമേഘങ്ങൾ കാണും. ആ കാർമേഘങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ മഴയായി പെയ്തു. ആ മഴയിലേക്ക് എൻ്റെ ജനൽപ്പാളികൾ മലർക്കി തുറന്നിട്ട് നീ എനിക്കെഴുതിയ 1000 കത്തുകൾക്ക് ആദ്യ മറുപടി എഴുതുകയാണ്. ആദ്യമൊക്കെ നീ എഴുതുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കൗമാരത്തിൻ്റെ നേരം പോക്കും തമാശയുമായേ ഞാനതിനെ കണ്ടുള്ളൂ. ചിലപ്പോഴൊക്കെ ഞാൻ അതിനെ പാടെ അവഗണിച്ചു. പക്ഷേ പിന്നീടുള്ള കത്തുകളിൽ ഓരോന്നിലായി ഞാൻ നിന്റെ ഉള്ളിലെ നോവു കണ്ടു.
ചുറ്റുമുള്ള നിറങ്ങളും ചിരികളും ചിത്രശലഭങ്ങളും സന്തോഷം നിറക്കേണ്ട പ്രായത്തിൽ ഒരു പെൺകുട്ടി തൻ്റെ മുറിയിൽ അതിലെ കനത്ത നിശബ്ദതയിൽ നേരിയ വെളിച്ചത്തിലിരുന്ന് തൻ്റെ മനസ്സ് മുഴുവൻ എനിക്ക് മുന്നിൽ തുറന്നിടുന്നത് എന്തുകൊണ്ടാണെന്ന് പിന്നീട് ഞാനും ചിന്തിച്ചു തുടങ്ങി. എനിക്കും നിനക്കുമെല്ലാം ജീവിതത്തിൽ ഏറ്റവും ആവശ്യം കേൾക്കാൻ ഒരാളെയാണ്. നീ എന്നിൽ തേടിയതും അതുതന്നെയാണ്. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ചിലർ അവരോട് തന്നെ ഉറക്കെ സംസാരിക്കും. നമ്മളവരെ ഭ്രാന്തരെന്ന് വിളിക്കും. മറ്റു ചിലർ പുറമേ നിശബ്ദരായ നീ എനിക്ക് എഴുതുന്ന പോലെ സ്വകാര്യമായ ചില ഭ്രാന്തുകൾ കൊണ്ടു നടക്കും. അതിഥി, കുറേയൊക്കെ എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാനെന്ന ഈ ഭ്രാന്ത് അവസാനിപ്പിച്ച് നീ മുന്നോട്ട് നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇടയ്ക്കൊക്കെ എനിക്ക് വേണ്ടി കത്തുകൾ എഴുതുന്ന ആ പെൺകുട്ടിയെ ഞാൻ ഓർക്കാറുണ്ട്. അവളുടെ ഒരു കത്തിനു വേണ്ടി കൊതിക്കാറുണ്ട്. പൊടിപ്പോ തൊങ്ങലോ ഇല്ലാതെ തൻ്റെ ഒരു ദിവസത്തെക്കുറിച്ചും വഴിയിൽ കണ്ട കാലുവയ്യാത്ത നായ്ക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നതിനെക്കുറിച്ചും ബാംഗ്ലൂർ നഗരത്തിലെ മടുപ്പിക്കുന്ന തണുപ്പിനെക്കുറിച്ചുമെല്ലാം നീ പറയുന്നത് കേട്ടിരിക്കാൻ ഇടയ്ക്ക് മനസ്സ് വെമ്പാറുണ്ട്. നിന്റെ വരികളിലൂടെ നീ കണ്ട കാഴ്ചകളെല്ലാം ഞാനും കണ്ടിട്ടുണ്ട്. നീ നടന്ന വഴിയിലൂടെയെല്ലാം ഞാനും നടന്നിട്ടുണ്ട്. നിന്റെ വേദനകളിൽ എൻ്റെ ഉള്ളം പൊള്ളിയിട്ടുണ്ട്. സന്തോഷങ്ങളിൽ മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. നിന്റെ ലോകം പലപ്പോഴും എൻ്റേത് തന്നെയായി മാറിയിട്ടുണ്ട്. മഴയുടെ നേർത്ത തണുപ്പുള്ള ഇന്നലത്തെ വൈകുന്നേരത്തിൽ ഞാൻ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിക്കാമെന്ന് നീ പറഞ്ഞ സൂസനയുടെ ഗ്രന്ഥപുര വായിക്കാനെടുത്തു. നാം എഴുതുന്ന പൊട്ടും പൊടിയും മാത്രമല്ല, നമ്മുടെ മനസ്സും വിചാരവും സ്വപ്നവും വായിക്കാൻ കഴിയുന്നവർ. അവർ പൊടുന്നിനെ വരികയും വേഗം വേർപിരിയുകയും ചെയ്യും. ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഇറങ്ങിപ്പോയാലും അവർ നൽകിയ കാലം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. ആ കാലത്തിൻ്റെ നിറവിലാണ് നാം നമ്മുടെ മറ്റെല്ലാ ഇല്ലായ്മകളോടും പൊരുത്തമാകുന്നത്. അലി സണ്ണിച്ചേട്ടനെക്കുറിച്ച് എഴുതിയ ഈ വരികൾ വായിച്ചപ്പോൾ എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്. നീ എന്നെ നിന്നിൽ നിന്നും പൂർണ്ണമായി അടർത്തി മാറ്റിയിട്ടും ഞാൻ ഇന്നും എൻ്റെ ഇല്ലായ്മകളോട് സമരസപ്പെടുന്നത് നീ എനിക്കെഴുതിയിരുന്ന കാലത്തിൻ്റെ നല്ല ഓർമ്മകളുടെ നിറവിലാണ്. നീ എന്നെ മറന്നുപോയാലും ഒരിക്കലും വെറുത്തു കാണില്ല എന്നാണ് പ്രതീക്ഷ. ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിനക്ക് വേണ്ടപ്പോൾ ഒരിക്കൽ പോലും നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയ ഒരുവൻ അതർഹിക്കുന്നില്ല. എങ്കിലും മുൻപെവിടെയോ വായിച്ച പോലെ കാലത്തിൻ്റെ ജാതകത്തിൽ നമുക്കെല്ലാം ആയുസ് കുറയുകയാണല്ലോ. നല്ല കൈയക്ഷരവും ഭാഷയും നഷ്ടമാവാതിരിക്കാനെങ്കിലും ഡയറിയിൽ വല്ലപ്പോഴും എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറിച്ചു വെക്കുക. ഒരുപാട് സ്നേഹത്തോടെ നിന്റെ മഹാദേവ്. വായിച്ച് പൂർത്തിയാക്കിയ ശേഷം ബാഗ് താഴെ വെച്ച് അവൾ തൻ്റെ കസേരയിലേക്ക് ചാരിയിരുന്നു. 3 വർഷമായി തുറക്കാതിരുന്ന പഴയ ഡയറിയിലെ താളുകളും അതിലെ മങ്ങിയ അക്ഷരങ്ങളും അതിനിടയിൽ എവിടെയൊക്കെയോ ഉപേക്ഷിച്ച ഇന്നലകളും മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു. അതിഥി ഇറങ്ങിയില്ലേ? ക്യാബിന് മുന്നിലൂടെ നടന്നുപോയ രേഖ 7 മണി കഴിഞ്ഞിട്ടും അതിഥി പോകാതിരിക്കുന്നത് കണ്ട് അകത്തേക്ക് കയറി. ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അവൾ കത്ത് വേഗം ബാഗിലേക്കിട്ട് രേഖയ്ക്കൊപ്പം ഓഫീസിൽ നിന്നിറങ്ങി. ഫ്ലാറ്റിലേക്ക് കാറോടിക്കവേ 1000 ചോദ്യങ്ങളുള്ള ആ രാത്രിയുടെ തണുപ്പ് അവളെ പൊതിഞ്ഞു. 3 വർഷങ്ങൾക്കിപ്പുറം മഹാദേവിൻ്റെ പേരിൽ തനിക്ക് ഇങ്ങനെയൊരു കത്തെഴുതിയത് ആരാവും? പരിചിതമായ മുഖങ്ങളൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. തൻ്റെ ഡയറി വായിച്ചിട്ടുള്ള ഇത്രമാത്രം തന്നെ അടുത്തറിയുന്ന ഒരു മുഖം മാത്രമേ മനസ്സിൽ തെളിഞ്ഞുള്ളൂ, ശരൺ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു കത്തെഴുതേണ്ട ആവശ്യം അവനുണ്ടെന്ന് തോന്നുന്നില്ല. മുന്നോട്ട് നടന്നപ്പോൾ അടക്കാൻ മറന്നുപോയ ഒരു അധ്യായം പിറകിലെവിടെയോ താൻ ബാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രം അവൾക്ക് മനസ്സിലായി. പക്ഷേ സ്വന്തം പേര് പോലും വെളിപ്പെടുത്താൻ ധൈര്യം കാണിക്കാത്ത ഒരാളെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. പണ്ടായിരുന്നുവെങ്കിൽ ഇതിന് പിന്നിലെ ചുരുളഴിക്കാതെ സമാധാനം കിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അറിയേണ്ടതല്ലെന്ന് ഒരാൾ കരുതുന്ന കാര്യങ്ങൾ അറിയാനുള്ള കൗതുകം കൊണ്ട് അയാൾക്ക് പിന്നാലെ ചെന്നാൽ അത് അവസാനിക്കുന്നത് വലിയ നിരാശയിലാവും. നേരത്തെ ചിരിയിൽ 1000 രഹസ്യങ്ങൾ ഒളിപ്പിച്ച് ചിലർ ജീവിതത്തിലേക്ക് കടന്നുവരും. മനസ്സിലാക്കാൻ നാം ശ്രമിക്കുമ്പോഴൊക്കെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ വഴുതിമാറും. ഒടുവിൽ അവരുടെ ഉള്ളറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മിലെ ചിരിമാഞ്ഞിരിക്കും. ഇനിയൊരു ഒളിച്ചു കളിക്കോ കൗതുകത്തിനോ വേണ്ടി ഒന്നും മാറ്റിവെക്കാനുള്ള സമയം അവൾക്കുണ്ടായിരുന്നില്ല. ഒരാളെയും അത്ര എളുപ്പത്തിൽ ഇനി ജീവിതത്തിലേക്ക് കയറാൻ അനുവദിച്ച് അവർക്ക് മുറിപ്പെടുത്താൻ നിന്നുകൊടുക്കില്ലെന്ന് അവൾ സ്വയം വാക്ക് നൽകിയിരുന്നു. ആരായാലും സ്വയം വെളിപ്പെടുത്തി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മതി ബാക്കിയെല്ലാം. ഇതിൽ തനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അവൾ ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. ഇഷാനി വന്ന് വാതിൽ തുറന്നതും കടുകെണ്ണയുടെയും ജീരകത്തിൻ്റെയും മണം മൂക്കിലേക്ക് അടിച്ചു കയറി. ടേബിളിലുള്ള ഒന്നും ഞാൻ വരാതെ തുറക്കരുത്, അത്രയും പറഞ്ഞ് ഇഷാനി വീണ്ടും അടുക്കളയിലേക്ക് ഓടി. നീ ഇതെന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ടേബിളിൽ നിരത്തിവെച്ച പാത്രങ്ങൾ കണ്ട് അതിഥി അന്തം വിട്ടു. ഫുൽക്ക, ചോളർ ദാൽ, പനീർ പോസ്തോ, വേഗം ഫ്രഷായിട്ട് വാ, നമുക്ക് കഴിക്കാം. അവൾ ചൂടുള്ള പായസത്തിൻ്റെ പാത്രം ശ്രദ്ധയോടെ ടേബിളിലേക്ക് വെച്ചു. ഇതൊക്കെ കൂടെ എത്ര കാലറി ഉണ്ടാവുമെന്നറിയോ?
കാലറിയുടെ കണക്ക് എനിക്ക് നന്നായി അറിയാം. പക്ഷേ പ്രമോഷൻ കിട്ടിയ വകയിൽ ഇന്ന് നിനക്ക് ചെറിയ ഇളവുണ്ട്. സ്വന്തം ട്രെയിനറിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനും ഒരു ഭാഗ്യം വേണ്ടേ? ഇഷാനി അവളെ തള്ളി കുളിക്കാൻ പറഞ്ഞു വിട്ടു. നിനക്ക് ദിശയെ കൂടി കൊണ്ടുവരാമായിരുന്നോ? ഭക്ഷണം കഴിക്കുന്നതിനിടെ അതിഥി ഇഷാനിയോട് പറഞ്ഞു. കൊണ്ടുവരാമെന്ന് ഞാനും കരുതിയതാ. പക്ഷെ എല്ലാ വെള്ളിയാഴ്ചയും അവൾ സൗരവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയല്ലേ നിൽക്കാറുള്ളത്. കാണാതായാൽ അവർ വിഷമിക്കും. ഒരാഴ്ച മുഴുവനും അവർ കാത്തിരിക്കുന്നത് വെള്ളിയാഴ്ച അവളെ കാണാനാണ്. അവർക്കിതൊക്കെയല്ലേ ഒരു സന്തോഷം. നിന്നോടുള്ള പെരുമാറ്റത്തിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? എല്ലാം പഴയ പോലെ തന്നെ. ദിശയുള്ളതുകൊണ്ട് മാത്രം എന്നെ ആ വീട്ടിലേക്ക് കയറ്റുന്നു. അതിഥി പിന്നീടൊന്നും ചോദിച്ചില്ല. ഞാൻ സ്വന്തമായൊരു ജിം സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അല്പനേരത്തെ മൗനത്തിനു ശേഷം ഇഷാനി പറഞ്ഞു. ശരിക്കും? അതിഥി അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്ഭുതത്തോടെ നോക്കി. ആഗ്രഹമുണ്ട്, ഒരു പ്ലാനും കയ്യിലില്ല. ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞെന്നേയുള്ളൂ. നീ ധൈര്യമായിട്ട് പ്ലാൻ ചെയ്. ആദ്യത്തെ ഇൻവെസ്റ്ററായി ഞാനുണ്ടാവും. ഫ്രീ ട്രെയിനിങ് തരണമെന്ന് മാത്രം. അതിഥി ചിരിച്ചു. ഇൻവെസ്റ്റ് ചെയ്താൽ അത് നിൻ്റെയും കൂടെയല്ലേ, പിന്നെന്തിനാ ഒരു ട്രെയിനിങ്ങിൻ്റെ കണക്ക്? വാ, കൈ കഴുക്, നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഇത്രയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നടക്കാൻ വയ്യെന്ന് അതിഥി ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും ഇഷാനി വിട്ടില്ല. അരണ്ട സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പരസ്പരം കളിയാക്കിയും തമാശകൾ പറഞ്ഞും അവർ വിചാരിച്ചതിലും ഒരുപാട് ദൂരം നടന്നു.